ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. ഇഫ്താറിന് റെഡിയാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ഭട്ടൂരയും അതുപോലെ തന്നെ ക്രീമി ഗ്രേവിയോട് കൂടിയ ഒരു അഫ്ഗാനി ചിക്കൻ കറിയുമാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഡിന്നറിനോ അതല്ലെങ്കിൽ പാർട്ടിയിലോ ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കോംബോ കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഭട്ടൂര എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാല് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈസ്റ്റ് നന്നായി പൊങ്ങി വരുന്നതിന് വേണ്ടി ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 കപ്പ് മൈദ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നെയ്യ്, 2 ടേബിൾ സ്പൂൺ തൈര്, 1 മുട്ട ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ അതൊഴിവാക്കി ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നന്നായി പൊങ്ങി വന്നിട്ടുള്ള ഈസ്റ്റ് ചേർത്ത് ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം. ഇനി ചെറിയ ചൂടുള്ള പാല് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് മാവ് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കാം. പാലിന് പകരം ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഓരോ മൈദക്കനുസരിച്ച് നമ്മൾ ചേർക്കുന്ന പാലിൻ്റെ അളവിലും വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു 1/2 കപ്പിന് താഴെയാണ് പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചപ്പാത്തിയുടെ മാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ടാണ് നമ്മൾ ഭട്ടൂരയുടെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ ഭട്ടൂര നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി മാവ് നന്നായി പൊങ്ങി വരുന്നതിന് വേണ്ടി കുറച്ച് എണ്ണ ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം. പുതിയ ഈസ്റ്റ് ആണെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് മാവ് ഇതുപോലെ നന്നായി പൊങ്ങി കിട്ടും. ഒന്നുകൂടി കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. കുറച്ച് വലിയ ബോൾസ് ആക്കിയിട്ടാണ് നമ്മൾ ഉരുട്ടിയെടുക്കേണ്ടത്. ഇനി ഓരോ ഉരുളയും പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ചപ്പാത്തിനേക്കാളും കുറച്ച് കട്ടി കൂടുതലായിട്ടാണ് നമ്മൾ ഭട്ടൂരയുടെ മാവ് പരത്തിയെടുക്കേണ്ടത്. ഇതുപോലെ എല്ലാ ബോൾസും നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഓരോ ഭട്ടൂരയും ഇട്ടുകൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കടായിയുടെ വലിപ്പം അനുസരിച്ച് ഒരേ സമയത്ത് തന്നെ 2-3 ഭട്ടൂരയൊക്കെ ഒരുമിച്ച് ഇട്ടുകൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഭട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ക്രീമി അഫ്ഗാനി ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 1 കിലോ ചിക്കൻ ഇതുപോലെ വലിയ പീസാക്കി ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, 1 ടീസ്പൂൺ കസൂരി മേത്തി ഇതെല്ലാം ചേർത്തതിന് ശേഷം അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അടുത്തതായി മിക്സിയുടെ ജാറിലേക്ക് 1 കൈപ്പിടി മല്ലിയില, അതിൻ്റെ പകുതി പുതിനയില, എരിവിന് ആവശ്യമായിട്ടുള്ള 8-9 പച്ചമുളക്, 5-6 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 20-25 കാഷ്യൂ നട്ട്സ്, ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയെടുത്തത്, സവാള ഒരെണ്ണം, 1/4 കപ്പ് വെള്ളം ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഈ ഒരു പേസ്റ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 1/4 കപ്പ് അധികം പുളിയില്ലാത്ത കട്ട തൈര്, 1 കപ്പ് ഫ്രഷ് ക്രീം, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്ത് 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അടുത്തതായി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ആ ഒരു സെയിം കടായിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ, 3 ഏലക്ക, 1/2 ടീസ്പൂൺ കുരുമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്തതിൽ ബാലൻസ് ഉള്ള ആ ഒരു മസാല കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മസാല നന്നായി കുക്കായി വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പോളം വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി വേവിച്ചെടുക്കുക. കറി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്ത് ഒരു 3-4 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക. കൂടുതൽ കറി വേണമെങ്കിൽ 1/4 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കുക. ചിക്കൻ നന്നായി കുക്കായി എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ഇതുപോലെ പൊടിച്ചതും കുറച്ച് മല്ലിയിലയും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിന് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി ഒരു ചാർക്കോൾ കത്തിച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് മൂടി വെച്ച് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ക്രീമി അഫ്ഗാനി ചിക്കൻ കറിയും നല്ല സോഫ്റ്റ് ഭട്ടൂരയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.